ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പവർ ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സിലബസിലൊക്കെ കാര്യമായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ടോപ്പിക്കിൻ്റെ പേരെന്ന് പറയുന്നത് ചോപ്പറാണ്. ഓക്കെ, ചോപ്പർ. ഓക്കെ, ചോപ്പറിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. ചോപ്പർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ഓപ്പറേഷൻ എന്തായിരുന്നു. ചോപ്പർ ഈസ് നത്തിങ് ബട്ട് എ DC to DC കൺവേർട്ടർ അല്ലേ. അപ്പം വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഫിക്സഡ്, ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഫിക്സഡ് DC ഇൻപുട്ട് വോൾട്ടേജ് ടു വേരിയബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഫിക്സഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് മാറ്റുന്ന ഡിവൈസാണ് ആര്, ചോപ്പർ. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ DC ഇക്വലൻ്റ് ഓഫ് ആൻ AC ട്രാൻസ്ഫോമർ. ഓക്കെ, ഒരു AC ട്രാൻസ്ഫോമറിൻ്റെ DC ഇക്വലൻ്റ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ഏതെന്ന് ചോദിച്ചാൽ അത് ചോപ്പറാണ്. ഓക്കെ, പിന്നെ ചോപ്പറിൽ എപ്പോഴും ഒരു 1 സ്റ്റേജ് കൺവേർഷനേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ 1 സ്റ്റേജ് കൺവേർഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് അത്രയും എഫിഷ്യൻസി ഉള്ളത്. ഓക്കെ, 1 സ്റ്റേജ് കൺവേർഷനാണ് ഇതിനുള്ളത്. ക്ലിയർ. അപ്പം ഈ ഇക്വലൻ്റ് ടു ആൻ AC ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ചോപ്പറൊക്കെ നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫിനോമിനലുകളായ സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പും ഒക്കെ ചെയ്യാം അല്ലേ. സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പും ഒക്കെ ചെയ്യാം വോൾട്ടേജസിന് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ കടന്നു വരും. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു AC ഇക്വലൻ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വരുന്നത്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ. ഓക്കെ, ചോപ്പറിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചോപ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് ഓൺ ഓർ ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ച്. ഒരു ഹൈ സ്പീഡ് ഓൺ ഓർ ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ചാണ് നമ്മുടെ ആര്, ചോപ്പർ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് കണക്ട്സ് സോഴ്സ് ടു ലോഡ് കണക്ഷനും, അതുപോലെ ഇറ്റ് ഡിസ്കണക്ട്സ് ദ ലോഡ് ഫ്രം സോഴ്സ് അല്ലേ. ഡിസ്കണക്ട്സ് ദ ലോഡ് ഫ്രം സീസ് അറ്റ് എ ഫാസ്റ്റർ സ്പീഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും ഹൈ എഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. ഫാസ്റ്റർ സ്പീഡിൽ സോഴ്സ് ടു ലോഡ് കണക്ഷനും ഡിസ്കണക്ഷൻ ഫ്രം ലോഡ് ഫ്രം സോഴ്സും നടക്കുന്നു. അതുകൊണ്ടാണ് തന്നെ ഹൈ സ്പീഡ് ഓൺ ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു ചെറിയൊരു ചോപ്പറിൻ്റെ സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ ആൻ ഓർഡിനറി ചോപ്പർ സർക്യൂട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ പറയാൻ വേണ്ടിയുള്ളൊരു സർക്യൂട്ടാണിത്. ഓക്കെ, വരയ്ക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ ആദ്യം സ്വിച്ച് വരുന്ന സർക്യൂട്ട്. ഓക്കെ, സ്വിച്ച്, ഫ്രീ വീലിംഗ് ഡയോഡ്, ഇൻഡക്ടർ. സ്വിച്ച്, ഈ ചോപ്പർ എന്ന് പറഞ്ഞാൽ സ്വിച്ചാണെന്ന് പറഞ്ഞല്ലോ, സെമി കണ്ടക്ടർ സ്വിച്ച്. ഓക്കെ, അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഇതാണ് സ്വിച്ച്. ഓക്കെ, അപ്പം ഈ ഡോട്ടഡ് ഇതിൽ കാണുന്ന ഈ സാധനമാണ് നമ്മുടെ സ്വിച്ച്. ഇതിനെയാണ് SW സ്വിച്ച് എന്ന് വിളിക്കുക, അല്ല ഇതാണ് ചോപ്പർ. ഓക്കെ, ഇതിനാണ് നമ്മൾ ചോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ള ഡയോഡ് ഫ്രീ വീലിംഗ് ഡയോഡാണ്. ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VO. ക്ലിയർ. ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IO. ഇതാണ് നമ്മുടെ ലോഡ്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള സപ്ലൈ ആണ് നമ്മുടെ VS, സപ്ലൈ വോൾട്ടേജ്. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു എലിമെൻ്ററി ചോപ്പർ സർക്യൂട്ടിലുള്ളത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ സാധാരണ ഫിനോമിനലുകൾ തന്നെയാണ് ഇവിടെയും ഹാപ്പൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ആക്ച്വലി നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സപ്ലൈ ഈസ് അപ്ലൈഡ്. അപ്പം ഇതിന് ആക്ച്വലി 2 ഓപ്പറേഷൻ ഉള്ളതെന്ന് പഠിച്ചല്ലോ, ഓണും ഉണ്ട് ഓഫും ഉണ്ട് അല്ലേ. അപ്പോൾ ഓണും ഉണ്ട് ഓഫും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിഗർ ഞാനിവിടെ വരയ്ക്കാം, അതിനനുസരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാം, അത് ത്രൂ ഉള്ള എക്സ്പ്ലനേഷനാണ് കുറച്ചും കൂടി ബെറ്റർ ആവും. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ വേവ് ഫോം. ഇത് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ്. ഇത് ഔട്ട്പുട്ട് കറണ്ടിൻ്റെ വേവ് ഫോമാണ്. ഓക്കെ, ഇങ്ങനെ വരും, ഇങ്ങനെ, ദെൻ ഇവിടെ നിന്ന് ഇവിടെ വരെ, ദെൻ ഇത് ഒരേപോലെയാണ്. വരച്ചപ്പോൾ ഉള്ളൊരു ചെറിയ പ്രശ്നമാണ്. ഇതൊക്കെ ഒരേപോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം ഇതാണ് ഔട്ട്പുട്ട് കറണ്ട്, ഇതാണ് ടൈം, വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് രണ്ടും വരക്കുന്നത്. ഓക്കെ, അപ്പം
ഇത് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് തന്നെയാണ്. നമുക്കിവിടെ രണ്ട് ടൈം പീരീഡുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ടൈം പീരീഡാണ് ടി ഓൺ. ഇതിനെയാണ് ടി ഓൺ എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ ടൈം പീരീഡ്, അതൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറയാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺ പീരീഡും അതുപോലെ തന്നെ ടോട്ടൽ ടൈം പീരീഡും. ഓക്കെ, പിന്നെ ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഓഫ് ടൈം. ക്ലിയർ? സോ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത്, നമ്മൾ സ്വിച്ച് ഓൺ ആകും, ടി ഓണിൻ്റെ സമയത്ത് നിങ്ങളുടെ ചോപ്പർ എന്താവും? ഓൺ ആവും. അതായത് ഇതെന്താവും? ഇത് ക്ലോസ്ഡ് ആവും. ഓക്കെ, ഓൺ ടൈമിൻ്റെ സമയത്ത് നിങ്ങളുടെ സപ്ലൈ പോസിറ്റീവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓൺ ഓണും. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ ആ ചോപ്പർ എന്താവും? താഴേക്ക് വരും അല്ലേ. അപ്പോൾ ചോപ്പർ ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏത് വോൾട്ടേജ് ആയിരിക്കും? സപ്ലൈ വോൾട്ടേജ്. ക്ലിയർ? അപ്പം ഈ സമയത്ത് ഓൺ ആവുന്ന സമയത്ത് ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏത് വോൾട്ടേജ്? സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓൺ ആവുന്ന സമയത്ത് അതെന്ത് തന്നെയാണ്? സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ്, ഓഫ് ആവുന്ന ഇൻ്റർവെല്ല്. ഓഫ് ആവുന്ന ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഓഫായി എന്നർത്ഥം. അതായത് ഈ ചോപ്പർ ഏത് സ്റ്റേജിലാണ്? ഓഫ് സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ ഓഫ് സ്റ്റേറ്റിലുള്ള സമയത്ത് ഈ ലോഡ് കറണ്ട്, ഇവിടെ വന്ന ലോഡ് കറണ്ട് അല്ലേ, ഇത് ഏതിലാണ് ഫ്ലോ ചെയ്യുക? നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട്, ഇൻഡക്ടറോട് ഒരു ഫ്രീ വീലിൻ്റെ ഡയോഡ് ഉണ്ടെങ്കിൽ ഏതിൻ്റെ അക്രോസ് ഫ്ലോ ചെയ്യും? ഈ ഫ്രീ വീലിൻ്റെ ഡയോഡിൻ്റെ അക്രോസാണ് ഫ്ലോ ചെയ്യുക അല്ലേ. അപ്പോൾ ഓഫ് സ്റ്റേറ്റിൽ ഇത് ഏതിൻ്റെ അക്രോസ് ഫ്ലോ ചെയ്യും? ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ അക്രോസ് ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്രീ വീലിംഗ് ഡയോഡ് എന്താവും? ഷോർട്ട് ആവും അല്ലേ. അപ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? അത് 0 അല്ലേ, ഓഫ് സ്റ്റേറ്റിലുള്ളത്. പക്ഷേ കറണ്ട് ഫ്ലോ ഇങ്ങനെ പറയുന്നത് പഠിച്ചു. അതിനാണ് നമ്മൾ റെക്ടിഫയറുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഓൺ ആകുമ്പോൾ ഫുൾ വോൾട്ടേജ് വി എസ് സപ്ലൈയും, ഓഫ് ആകുമ്പോൾ വോൾട്ടേജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ ലോഡ് കറണ്ട് ഇതിൽ ഫ്ലോ ചെയ്യും, നമ്മുടെ ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ ഫ്ലോ ചെയ്യും. ഫ്രീ വീലിംഗ് ഡയോഡ് എന്താവും? ഷോർട്ട് ആവും. അപ്പോൾ ഈ ഓഫ് സ്റ്റേറ്റിൽ വോൾട്ടേജ് ഇല്ല, കണ്ട ഇവിടെ ഓഫ് സ്റ്റേറ്റിൽ വോൾട്ടേജ് ഇല്ല. ക്ലിയർ? ഈ ലോഡ് കറണ്ട് നമ്മൾ ഇൻഡക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് കറണ്ട് ആയിരിക്കും. ശരിയല്ലേ? അതുകൊണ്ടാണ് ഇവിടെ കണ്ടിന്യൂസ് കറണ്ട് നിങ്ങൾക്ക് വന്നത്. ഫസ്റ്റ് ഈ സമയത്ത് ചാർജിങ്ങും ഈ സമയത്ത് ഡിസ്ചാർജിങ്ങും. ആ ഡിസ്ചാർജ് ചെയ്യുന്ന അക്രോസ് ഫ്രീ വീലിംഗ് ഡയോഡ് അല്ലേ. നമ്മൾ പഠിച്ച കൺസെപ്റ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവണം. ഓക്കെ, പിന്നെ അപ്പം ഓൺ ടൈമിൽ ഈ ലോഡ് കറണ്ട് എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നു? ലോഡ് കറണ്ട് എന്ത് ചെയ്യുന്നു? ഡീകേ ചെയ്യുന്നു. ഇവിടെ റൈസ് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? ഡീകേ ചെയ്യുന്നു. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഫിനോമിനൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വേവ് ഫോം, ഇതാണ് എൻ്റെ ഫിനോമിനൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ സർക്യൂട്ട് ഓഫ്, ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ നമ്മളിപ്പം വരച്ച സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സർക്യൂട്ട് ഓഫ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ക്ലിയർ? സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിലാണ് ആദ്യം സ്വിച്ച്, പിന്നെ ഡയോഡ്, പിന്നെ ഇൻഡക്ടർ. ഓക്കെ, ഇപ്പോൾ വരച്ചിരിക്കുന്ന സർക്യൂട്ട് ഏതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ സർക്യൂട്ടാണിത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ഓൺ ടൈം ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ ടൈം ഇൻറ്റു യുവർ സപ്ലൈ വോൾട്ടേജ് ആണ്. ഇതാണ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ടൈം പീരീഡ് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇതാ നിങ്ങളുടെ ഈ ഓൺ ടൈം, ഇതാണ് മൊത്തം ടൈം അല്ലേ. ഇത് ഓൺ ടൈമും ഈ ഓഫ് ടൈമിൻ്റെ സമ്മല്ലേ. അപ്പോൾ എന്ത് വരും? ടി ഓൺ പ്ലസ് ടി ഓഫ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ, പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, ടി ഓൺ ബൈ ടി ഇൻറ്റു വി എസ്. ക്ലിയർ? ഈ ടി ഓൺ ബൈ ടീനെ നമ്മൾ മാറ്റി എഴുതും. ഈ ടി ഓൺ ബൈ ടി എന്ന് പറയുന്ന പേരാണ് ആൽഫ. ക്ലിയർ? ഈ ആൽഫ എന്ന് പറയുന്ന സാധനമാണ് ഡ്യൂട്ടി സൈക്കിൾ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പം നമ്മൾ മൊത്തത്തിലൊരു ഇക്വേഷൻ എഴുതുമ്പോൾ ഇനി മുതൽ ഞാൻ പറയുന്ന ഇക്വേഷൻ ഇതാണ്. വി ഒ, ഇതിന് വി എസ് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ വി ഒ ബൈ വി എസ് ഈക്വൽ ടു ആൽഫ. ഇതാണ് ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ ഇക്വേഷൻ. വി ഒ ബൈ വി എസ് ഈക്വൽ ടു ആൽഫ, അല്ലെങ്കിൽ വി ഒ ഈക്വൽ ടു ആൽഫ വി എസ്. ദിസ് ഈസ് യുവർ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ ഇക്വേഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷനാണ് ഇത്. ക്ലിയർ? അപ്പോൾ ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് ഓർക്കുക. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടൈം ഡിവൈഡഡ് ബൈ യുവർ ടോട്ടൽ ടൈം. ഇപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഓഫ് ടൈം വരും, ഓൺ ടൈം വരും. ഓക്കെ, ഈ ടീനെ വിളിക്കുന്ന പേരാണ് ചോപ്പിംഗ് പീരീഡ്. ഓക്കെ, ക്യാപിറ്റൽ ടീനെ വിളിക്കുന്ന പേരാണെന്ത്? ചോപ്പിംഗ് പീരീഡ്. ഓക്കെ, ഇനി അതുപോലെ ഇതുപോലെ ചോപ്പിംഗ് ഫ്രീക്വൻസി ഉണ്ട്. അതെന്തായിരിക്കും? ചോപ്പിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ചോപ്പിംഗ് ഫ്രീക്വൻസി എന്തായിരിക്കും? ഇത് എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. എഫ് വിൽ ബി നമ്മുടെ സാധാരണ എഫ് ഈസ് ഈക്വൽ ടു 1/t. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. വി സീറോ ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ഓൺ ഇൻറ്റു വി എസ്. അത് നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി.
ഓക്കെ, കാരണം ഇത് ഈ 1/tക്ക് പകരമാണ് നമ്മൾ എഫ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ എഫ് വന്നത്. ഇവിടെ ടി ഓണും വി എസ് ഉണ്ടാവും ഈ ഇക്വേഷൻ കേട്ടോ. ഈ 1/tക്ക് പകരം നമ്മൾ എഫ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതാം. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചാൽ മതി. ക്ലിയർ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ്, നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലോഡ് വോൾട്ടേജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്, യുവർ ലോഡ് വോൾട്ടേജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് കറണ്ട്. ലോഡ് കറണ്ടിന് ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങളുടെ ആര്, ലോഡ് വോൾട്ടേജ് എന്നുള്ള പോയിന്റ് നോക്കുക. കാരണം എവിടെയും ലോഡ് കറണ്ട് എന്നുള്ള കൺസെപ്റ്റ് വരുന്നില്ല അല്ലേ. ലോഡ് വോൾട്ടേജ് എപ്പോഴും ഡിവൈഡ് ബൈ വി എസ് ആണ്, ആൽഫ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെർമിനോളജി വന്ന്, അപ്പോൾ അത് അങ്ങനെയാണെന്ന് ഓർക്കുക. ക്ലിയർ ആയല്ലോ. ഇതാണ് ഓപ്പറേഷൻ. അതായത് ഓണും ഓഫും, വേറെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ, ഭാരിച്ച ഒരു കൺസെപ്റ്റും ഇല്ല, വരുന്നില്ല ഇവിടെ. സിമ്പിളായിട്ട് ഓണാക്കുക ഓഫാക്കുക അങ്ങനത്തെ ഉള്ള കൺസെപ്റ്റിലേക്ക് ഇനി ഫുൾ അങ്ങോട്ടേക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് നമ്മുടെ ചോപ്പർ. ഇനി ഈ ചോപ്പറിൽ തന്നെ ശരിക്കും 2 കൺട്രോൾ സ്ട്രാറ്റജീസ് ഉണ്ട്. നമുക്ക് 2 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവറേജ് വോൾട്ടേജ് ക്യാൻ ബി കൺട്രോൾഡ് ത്രൂ ആൽഫ അല്ലെ. ആൽഫ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് ബൈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ദ സ്വിച്ച് പീരിയോഡിക് സ്വിച്ചിങ് വഴിയാണ് അത് ക്ലോസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ കൺട്രോൾ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് വെച്ചാൽ, ദ കൺട്രോൾ സ്ട്രാറ്റജീസ് ഫോർ വേരിയിങ് ഡ്യൂട്ടി സൈക്കിൾ. ഓക്കെ, ഇവിടെ ഡ്യൂട്ടി സൈക്കിളാണ് വേരി ചെയ്യുന്നത്, ആൽഫയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. അങ്ങനെ 2 സ്ട്രാറ്റജികളാണ്. ഒന്നാമത്തത് ടൈം റേഷ്യോ കൺട്രോൾ, അതാണ് TRC. രണ്ടാമത്തതാണ് കറണ്ട് ലിമിറ്റ് കൺട്രോൾ. രണ്ടാമത് ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ടൈം റേഷ്യോ കൺട്രോളും അതുപോലെ കറണ്ട് ലിമിറ്റ് കൺട്രോളും. അപ്പോൾ എന്താണ് ടൈം റേഷ്യോ കൺട്രോൾ എന്ന് നമുക്ക് നോക്കാം. ടൈം റേഷ്യോ കൺട്രോൾ TRC. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ട് ദാറ്റ് നമ്മളിവിടെ എന്തായിരിക്കും വേരി ചെയ്യുന്നുണ്ടാവുക, ടൈം റേഷ്യോ ഉപയോഗിച്ചിട്ടുള്ള കാര്യം. ടൈം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ടൈം റേഷ്യോ. അതായത് ഇതാരാ, T1/T ആരാ, ഇത് ഈ സാധനം ആരാ, അത് ഡ്യൂട്ടി സൈക്കിൾ. അപ്പോൾ ഈ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്തിട്ടുള്ള കൺട്രോളാണ് ടൈം റേഷ്യോ കൺട്രോൾ. ഓക്കെ, ഈ ഡ്യൂട്ടി സൈക്കിൾ അല്ലെങ്കിൽ T1/T വേരി ചെയ്യുന്ന സമയത്ത് ഇതിൽ തന്നെ 2 സിസ്റ്റം ഉണ്ട്, 2 ടൈപ്സ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പം ഈ T1/T ആണ് നമ്മൾ വേരി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് 2 സിസ്റ്റം. ഒന്നാമത്തതാണ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി സിസ്റ്റം. എന്താണ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി സിസ്റ്റം. എന്തായിരിക്കും കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി സിസ്റ്റം? അല്ല, അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി പറയുമ്പോൾ ഇവിടെ ഏത് ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റൻ്റ് ആവുകയെന്ന് നമ്മൾ നോക്കൂ. ഏതായിരിക്കും? ഇതല്ലേ ഫ്രീക്വൻസിനെ വിത്ത് റെസ്പെക്റ്റ് പറയുന്ന ടേം ടി അല്ലേ, ടി അല്ലേ 1/f. അപ്പോൾ ഈ ഫ്രീക്വൻസിനെ കോൺസ്റ്റൻ്റ് ആക്കുക വെച്ചാൽ ഈ ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആകും. അപ്പോൾ ടി കോൺസ്റ്റൻറ്റ് അല്ലേ, ആരെ വേരി ചെയ്യിക്കും? നമ്മളുടെ ടി ഓണിനെ വേരി ചെയ്യിക്കും. ടി ഓൺ ഈസ് വേരി. ഈ ഒരു ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ടി ഓൺ വേരി ചെയ്യും, ബട്ട് യുവർ ചോപ്പിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടൈം പീരീഡ് അല്ലെങ്കിൽ ചോപ്പിംഗ് ടൈം പീരീഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആക്കുന്നു. ക്ലിയർ? അപ്പോൾ നമ്മൾ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ആരാണ്? ടി ഓൺ. അങ്ങനെ നമ്മൾ ടി ഓൺ വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി പൾസ് വിഡ്ത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, പൾസ് വിഡ്ത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് എങ്ങനെ വിളിക്കാമെന്ന് വെച്ചാൽ, യു ക്യാൻ കോൾ ഇറ്റ് ആസ് PWM സ്കീം എന്ന് വിളിക്കാം. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ സ്കീം എന്നും വിളിക്കാം. ക്ലിയർ? അത് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അനുസരിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അപ്പോൾ നമ്മളെ ടി ഓൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഹാഫ് ടി ആവാം, അല്ലെങ്കിൽ 1/4 ടി ഒക്കെ ആവാം അല്ലേ. അപ്പോൾ 1/4 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആൽഫ എത്ര വരെ? 0.25. ഓക്കെ, 3/4 എന്നൊക്കെ പറഞ്ഞാൽ 0.75. ആൽഫ ഇങ്ങനെ മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കൺട്രോളാണ് നമ്മൾ എന്താ പറയുക, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി സിസ്റ്റം കൺട്രോൾ. ക്ലിയർ? ഇനി ഇതുപോലെയുള്ള അടുത്തൊരു സിസ്റ്റമാണ് വേരിയബിൾ ഫ്രീക്വൻസി സിസ്റ്റം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി കഴിഞ്ഞു, ഇനി അടുത്തതാണ് എന്ത്, വേരിയബിൾ ഫ്രീക്വൻസി സിസ്റ്റം. ക്ലിയർ? വേരിയബിൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നേരെ തിരിച്ച് ഇവിടെ എന്തായിരിക്കും മാറുക? നേരത്തെ ഇവിടെ ടി കോൺസ്റ്റൻ്റ് ആയിരുന്നു, അതിന് മാറി ഈ ടി എന്താവും, ടി വേരിയബിൾ ആവും. അപ്പം ടി വേരിയബിൾ. ക്ലിയർ? ടി ഓൺ എന്താവും? ടി ഓൺ വിൽ ബി കോൺസ്റ്റൻറ്റ്. ടി ഓൺ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം ചോപ്പിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ചോപ്പിംഗ് പീരീഡ് നമ്മൾ വേരി ചെയ്യും. നമ്മൾ ടി ഓൺ എന്ത് ചെയ്യും, നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും.
ക്ലിയർ. അപ്പോൾ ടി ഓണിനെ മാത്രമല്ല നമുക്ക് ഏതിനെയും കെപ്റ്റ് വി ക്യാൻ മേക്ക് കോൺസ്റ്റൻറ്റ്, ടി ഓഫിനെയും കോൺസ്റ്റൻ്റ് ആക്കാം എന്നുള്ള കാര്യം കൂടി ഓർത്തോ. ഓക്കെ, ഐദർ യു ക്യാൻ മേക്ക് കോൺസ്റ്റൻറ്റ് യുവർ ടി ഓൺ, അല്ലെങ്കിൽ നമുക്ക് ടി ഓഫിനെ എന്ത് ചെയ്യാം, കോൺസ്റ്റൻ്റ് ആക്കാം. ക്ലിയർ. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് നമ്മൾ വിളിക്കുന്നതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ സ്കീം. ദിസ് ഈസ് കോൾഡ് ആസ് ഫ്രീക്വൻസി മോഡുലേഷൻ സ്കീം. ഇതിനെ വിളിക്കുന്നവരാണ് ഫ്രീക്വൻസി മോഡുലേഷൻ സ്കീം. അപ്പം ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ മെത്തേഡ് ഓഫ് കൺട്രോളിങ് ഓഫ് ആൽഫ, അല്ല ആൽഫനെ കൺട്രോൾ ചെയ്യുന്ന ഈ മെത്തേഡിനെ വിളിക്കുന്നതാണ് ഫ്രീക്വൻസി. പിന്നെ നിങ്ങളൊരു കാര്യം ഓർത്ത്, ഈ ആൽഫേൻ്റെ വാല്യൂ എപ്പോഴും 0 മുതൽ 1 വരെ ആയിരിക്കും. ആൽഫ എന്ന് പറഞ്ഞാൽ ആരാണ്, ഡ്യൂട്ടി സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി സൈക്കിളിൻ്റെ വാല്യൂ എപ്പോഴും 0 to 1 ഇടയിലായിരിക്കും. ഓക്കെ, അപ്പം ഇത് രണ്ട് ഓർത്ത് വയ്ക്കുക. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് മെത്തേഡാണെന്ന് ചോദിക്കും. PWM സ്കീമാണ് വേറെ പേര്. വേരിയബിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ വിളിക്കുക, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫ്രീക്വൻസി മോഡുലേഷൻ മെത്തേഡ്. അപ്പോൾ മെത്തേഡ്സ് ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുവാണെങ്കിൽ യു മസ്റ്റ് സേ PWM സ്കീം ഈസ് ബെറ്റർ. പൾസ് വിടുത്ത് യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് ബെറ്റർ ഫ്രീക്വൻസി മോഡുലേഷനെ കാട്ടി. ഓക്കെ, PWM ടെക്നിക് ഈസ് ബെറ്റർ ദാൻ യുവർ ഫ്രീക്വൻസി മോഡുലേഷൻ സ്കീം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് കറണ്ട് ലിമിറ്റ് കൺട്രോൾ. അപ്പോൾ നേരത്തെ പഠിച്ചത് ടൈം റേഷ്യോ കൺട്രോൾ ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നതാണ് കറണ്ട് ലിമിറ്റ് കൺട്രോൾ സ്ട്രാറ്റജി. ക്ലിയർ. അപ്പോൾ കറണ്ട് ലിമിറ്റ് കൺട്രോൾ സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പ്രീവിയസ്ലി സെറ്റ് ചെയ്ത 2 വാല്യൂകളുണ്ടാവും. ഓക്കെ, അതാണ് മാക്സിമം ലോഡ് കറണ്ട് വാല്യൂ, മിനിമം ലോഡ് കറണ്ട് വാല്യൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതാണ് നിങ്ങളെ ടൈം പീരീഡ് അല്ലേ. അപ്പം കറണ്ടുകൾ തന്നെയാണ് ഇവിടുത്തെയും കറണ്ട് ലിമിറ്റിങ് കൺട്രോളിങ് അല്ലേ. അപ്പം കറണ്ടുകളാണ് നമ്മളിവിടുത്തെ ആൾക്കാർ. ഓക്കെ, അപ്പം ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ 2 സെറ്റ് ഉണ്ടാവും. ഓക്കെ, 2 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ കറണ്ട് ലിമിറ്റ് കൺട്രോളിൽ നമ്മൾ 2 വാല്യൂകൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 2 വാല്യൂകൾ, കറണ്ടിൻ്റെ വാല്യൂകൾ ഏതൊക്കെയാണ്, മിനിമം ലോഡ് കറണ്ട് വാല്യൂ, അതുപോലെ എന്താണ് മാക്സിമം ലോഡ് കറണ്ട് വാല്യൂ ആണ്. അപ്പം വാല്യൂകൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഇത് 0 തന്നെയാണ്, ഇത് നിങ്ങളുടെ I0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ കറണ്ടിൻ്റെ റൈസിങ് സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവൈസ് ചെയ്ത സമയത്തായിരിക്കും ഓൺ ആയിരിക്കും അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും അല്ലേ. പിന്നെ ഈ ഫോൾ ടൈം എന്ന് പറയുന്ന സാധനം ഡിവൈസ് എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഇല്ലാവില്ല. അടുത്ത സമയത്ത് ഈ ഓൺ ആവുന്ന സമയത്ത് അടുത്ത വോൾട്ടേജ്, പിന്നെ ഇവിടെ ഓൺ ആവുന്ന സമയത്ത് നെക്സ്റ്റ് വോൾട്ടേജ്, ഇങ്ങനെ അതങ്ങ് പോകും. ക്ലിയർ. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ഡിവൈസ് ഈ സമയത്താണ് നിങ്ങളുടെ ഡിവൈസ് എന്താവുന്നത്, ഓൺ ടൈം ആവുന്നത്. ഈ സമയത്താണ് ഡിവൈസ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ടൈം പീരീഡ്. ശരിയല്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ VS, ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ടൈം പീരീഡ്, ഇതാണ് നിങ്ങളുടെ ഓഫ് പീരീഡ് അല്ലേ, 0 വോൾട്ടേജ്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു മിനിമം മാക്സിമം അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മാക്സിമം ലോഡ് കറണ്ട്, അതുപോലെ ദിസ് ഈസ് യുവർ മിനിമം ലോഡ് കറണ്ട്. ഇങ്ങനെ 2 വാല്യൂസ് ഉണ്ടാവും. അപ്പം എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദ ലോഡ് കറണ്ട് റീച്ചസ് ദ അപ്പർ ലിമിറ്റ്, അതായത് മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ ചോപ്പർ എന്താവും, സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്ത് ചെയ്യും, ലോഡ് കറണ്ട് എന്ത് ചെയ്യും, ഡീകേ ചെയ്യും, എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യും, ഡീകേ ചെയ്യും, എന്നിട്ട് ലോവർ ലിമിറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ലോവർ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത ഓപ്പറേഷൻ എന്താണ്, ചോപ്പർ വീണ്ടും ഓണാവും. വീണ്ടും ഓണായി ലോഡ് കറണ്ട് റൈസ് ചെയ്ത് മാക്സിമം വാല്യൂയിലേക്ക് പോകും, പിന്നെയും ഇതിങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കറണ്ട് ലിമിറ്റ് കൺട്രോൾ. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട പോയിന്റ് 2 സെറ്റ് വാല്യൂസ് ഉണ്ടെന്ന് ഓർക്കുക. ഏതൊക്കെയാണ്, I0 മാക്സും അതുപോലെ എന്താണ് I0 മിനിമവും. ക്ലിയർ. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ഈ പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് ഒരിക്കലും ഡിസ്കണ്ടിന്യൂസ് അല്ല.
ശരിയല്ലേ? എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് വേവ് ഫോം തന്നെ കറണ്ടിൽ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ദെൻ അനദർ പോയിന്റ് ഈസ് യുവർ സ്വിച്ചിങ് ഫ്രീക്വൻസി ക്യാൻ ബി കൺട്രോൾ ബിറ്റ്വീൻ ദീസ് വാല്യൂസ് അല്ലേ? നമുക്ക് സ്വിച്ചിങ് ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള റിപ്പിൾ കറണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം മൈനസ് മിനിമം. ഓക്കെ, ഈ റിപ്പിൾഡ് കറണ്ട് ക്യാൻ ബി ലോവേഡ്. ഈ റിപ്പിൾ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ ഹയർ സ്വിച്ചിങ് ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാം? ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അതുകൊണ്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ മോർ സ്വിച്ചിങ് ലോസസ് ഉണ്ടാവും. ഓക്കെ, അപ്പം മോർ സ്വിച്ചിങ് ലോസുകൾ ഉണ്ടാവും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ലിമിറ്റ് കൺട്രോളിന് സർക്യൂട്ടറിൽ നിന്ന് ആക്ച്വലി വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടറി കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എല്ലാ മെത്തേഡുകളിലും നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PWM ടെക്നിക്കാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, നമ്മുടെ PWM ടെക്നിക്കാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് പവർ കൺട്രോളിന് ചോപ്പർ സർക്യൂട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്പിൾ കറണ്ട് കുറവായിട്ട് ഹൈ സ്വിച്ചിങ് ഫ്രീക്വൻസി നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ സ്വിച്ചിങ് ലോസുകൾ കൂടും. അതുപോലെ തന്നെ സർക്യൂട്ട് എന്താണ് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. സോ ദിസ് മെത്തേഡ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്. സോ വി ആർ യൂസിങ് യുവർ PWM ടെക്നിക്. ക്ലിയർ? ഇതാണ് നമ്മളുടെ കൺട്രോൾ സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച സാധനം സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആയിരുന്നു അല്ലേ? ഇനി ഇതുപോലെ തന്നെ ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചോപ്പർ ഉണ്ട്. അതാണ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. സ്റ്റെപ്പ് അപ്പ് ഡൗൺ അല്ലേ പഠിച്ചത്? സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. ക്ലിയർ? ആക്ച്വലി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് നമ്മൾ VS, നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങളുടെ VO. ഓക്കെ, അപ്പോൾ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനും ഇൻപുട്ട് വോൾട്ടേജിനും ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ യുവർ സപ്ലൈ വോൾട്ടേജ്, അങ്ങനെയുള്ള കണ്ടീഷനും അതുപോലെ തന്നെ യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ യുവർ സപ്ലൈ വോൾട്ടേജ്, ഇങ്ങനെയുള്ള രണ്ട് കണ്ടീഷനാണ്. ഇഫ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ സപ്ലൈ വോൾട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. അതായത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞു, അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ. നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടി, അപ്പോൾ എന്താണ്? സ്റ്റെപ്പ് അപ്പ്. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ സപ്ലൈ വോൾട്ടേജ് ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചോപ്പറാണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഞാനിപ്പോൾ വരച്ചു തരാം. സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡക്ടറാണ്, ഇവിടെയാണ് നമ്മുടെ സ്വിച്ച്. ഓക്കെ, ഇവിടെയാണ് ഡയോഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലോഡ്. ക്ലിയർ? അപ്പം നേരത്തെ സർക്യൂട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഇവിടെ സ്വിച്ചായിരുന്നു, ഇവിടെ ഡയോഡ് ഇങ്ങനെയായിരുന്നു അല്ലേ? ഇവിടെയായിരുന്നു ഇൻഡക്ടർ. ആ ഇൻഡക്ടറിനെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെയാണ് സ്വിച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അല്ലേ? പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഇൻഡക്ടറിനെ ഇങ്ങോട്ടും നമ്മൾ മാറ്റി. പിന്നെ നമ്മുടെ ഡയോഡിന് ഇവിടെ ഉണ്ടായിരുന്ന ഡയോഡിനെ എന്ത് ചെയ്തു? ഇങ്ങനെ പോയി. ക്ലിയർ? ഇതൊരു സൈക്കിളാണെന്ന് പഠിച്ചാൽ നമ്മൾ ഈ സൈക്കിളിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഒന്ന് വന്നാൽ മതി, സ്റ്റെപ്പ് അപ്പായി. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡക്ടറിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വെച്ചു, ഇവിടെ ഉണ്ടായിരുന്ന സ്വിച്ചിനെ പിടിച്ച് എന്ത് ചെയ്തു? താഴേക്ക് വെച്ചു, ഇവിടെ ഉണ്ടായിരുന്ന ഡയോഡിനെ പിടിച്ച് എന്ത് ചെയ്തു? മുകളിലേക്ക്. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ എന്ത് ചെയ്യും? തിരിയും. ഓക്കെ, അങ്ങനെ സർക്യൂട്ടിൻ്റെ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം ബേസിക്കലി ഈ സർക്യൂട്ട് ഓർമ്മയുണ്ടാവണം, അല്ലെങ്കിൽ കാര്യമില്ല. ഓക്കെ, പിന്നെ സ്വിച്ച് താഴോട്ടേക്കാണ്, ഡയോഡ് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് ഓർക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ബേസിക് സർക്യൂട്ട്. അപ്പോൾ ഞാൻ ബേസിക് സർക്യൂട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് മുന്നേ ഇത് ജസ്റ്റ് വരയ്ക്കുക. ഇവിടെ VS, ഇവിടെ L, ഇതിലെ സോഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതാണ് IS. പിന്നെ ഈ സാധനമാണ് നമ്മുടെ ചോപ്പർ CH, ഇത് ഡയോഡ്, ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ക്ലിയർ? അപ്പം ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇൻസ്റ്റൻറ്റുകളാണ് ഉണ്ടാവുക. ഒന്ന് ചോപ്പർ ഓൺ ആവുന്ന കണ്ടീഷൻ, ചോപ്പർ ഓഫ് ആവുന്ന കണ്ടീഷൻ അല്ലേ? അപ്പോൾ ഞാൻ ആ സർക്യൂട്ടുകൾ ഞാൻ ആദ്യം ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പം സർക്യൂട്ടിൽ വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ചോപ്പർ ഓൺ ആവുന്ന ഓഫ് ആവുന്ന ഞാൻ പറഞ്ഞുതരാം അല്ലേ? ഞാൻ വേവ് ഫോം വരയ്ക്കാം. ഓക്കെ, അപ്പം വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതാണ് നിങ്ങളുടെ വേവ് ഫോം. ഇതിൽ തന്നെ 3 ഇൻസ്റ്റൻറ്റുകൾ പറയുന്നുണ്ട്. ടി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ വി എസ്, സപ്ലൈ വോൾട്ടേജ്, കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജ് ആണ്. ഇതാണ് നിങ്ങളുടെ എന്ത് വി എസ്. ഓക്കെ, 0. അടുത്തത് ഐ എസ് ആണ്. ഓക്കെ, ഐ എസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2 ഇൻസ്റ്റൻറ്റുകൾ വരും. അതുപോലെ തന്നെ ഇവിടെയും വരും. അപ്പം ഇതിൻ്റെ കറണ്ട് എങ്ങനെയാണ്? കണ്ടിന്യൂസ് കറണ്ട് തന്നെയാണ് അല്ലേ, കണ്ടിന്യൂസ് കറണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ. ഓക്കെ, ഇതൊക്കെ ഒരേ ലെവലാണ്. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ക്രോസ് ഉണ്ടാവുക അതാ ഈ ഗ്യാപ്പ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു ഗ്യാപ്പിലാണ് ഡിസ്ചാർജിങ് സമയത്താണ് ഈ കറണ്ട് ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഒരു വേവ് ഫോം. ഓക്കെ, അതായത് ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ, ഇത് സപ്ലൈ കറണ്ട്, ഇത് ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ്, ഇതാണ് നമ്മളുടെ I2, ഇതാണ് I1, ഇതാണ് നിങ്ങളുടെ ഓൺ ടൈം. ഓക്കെ, പിന്നെ ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ടൈം പീരീഡ്, അതറിയാലോ. ഇതാണ് നമ്മളുടെ ഓൺ ടൈം, അതുപോലെ ഇതാണ് നമ്മളുടെ എന്ത് ഓഫ് ടൈം. ക്ലിയർ? അതുപോലെ ഇതാണ് ഓൺ ടൈം, ഇതാണ് ഓഫ് ടൈം. അപ്പം ഇതിനെ വിളിക്കുന്നവരാണ് I2, ഇതാണ് നമ്മുടെ എന്ത് I1, ഇതാണ് I2, ഇതാണ് എന്ത് I1. ഓക്കെ, ഈ ഒരു ഗ്യാപ്പിനെ വിളിക്കുന്നവരാണ് ഡെൽറ്റ ഐ. ഓക്കെ, ആ ഒരു ഗ്യാപ്പിനെ വിളിക്കുന്നവരാണ് എന്ത് ഡെൽറ്റ ഐ. ഇവിടെ നമ്മൾ ആരുണ്ട്? I1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത് ഫിഗർ. ഓക്കെ, അപ്പോൾ സോ വാട്ട് ഹാപ്പൻസ് ഈസ്, ഓരോ ഇൻസ്റ്റൻറ്റ് ബർത്ത് പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ സീരീസ് അല്ലേ, നമ്മുടെ L സീരീസ് വിത്ത് സപ്ലൈ വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ചോപ്പർ ഓൺ ആവുന്ന കണ്ടീഷൻ. ഓൺ ആവുന്ന കണ്ടീഷൻ വെച്ചാൽ ഈ സ്വിച്ച് എന്താവും? ക്ലോസ്ഡ് ആവും അല്ലേ, ഈ സ്വിച്ച് ക്ലോസ്ഡ് ആവും. അപ്പം ക്ലോസ് സർക്യൂട്ട് പാത്താവും. അപ്പം ഇൻഡക്ടറിലെ സ്റ്റോർഡ് എനർജി ഉണ്ടാവും ഏത് സമയത്ത്? ഓൺ പീരീഡിൽ അല്ലേ. അപ്പം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എന്താവും? ചാർജ് ആവും. ക്ലിയർ? ഇനി ഇതേപോലെ സ്വിച്ച് ഓഫ് ആവും, ചോപ്പർ ഓഫ് ആവുന്ന കണ്ടീഷനിൽ ഇവിടെ ഇതെന്താവും? ഓപ്പൺ ആവും അല്ലേ. ഈ കണ്ടീഷൻ എന്താവും? ഓപ്പൺ ആവും. അപ്പോൾ ഇൻഡക്ടർ എന്താവും? ഇൻഡക്ടർ പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ്ലി അല്ല താഴുക, ഇറ്റ് വിൽ ബി ഫോഴ്സ്ഡ് ടു ഫ്ലോ ത്രൂ ദ ഡയോഡ് അല്ലേ. ഡയോഡിലെ ഫ്ലോ ചെയ്യും, അങ്ങനെ പതുക്കെ താഴും. അതുകൊണ്ടാണ് ഇത് എക്സ്പൊണൻഷ്യലി വരുന്നത്. ഓക്കെ, ഈ സമയത്ത് അപ്പോൾ എന്താവും? ഓഫ് ആവും. അപ്പം ഈ സമയത്ത് നമ്മുടെ കറണ്ട് കുറയുന്ന സമയത്ത് നമ്മളുടെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ പൊളാരിറ്റി എന്ത് ചെയ്യും? മാറും അല്ലേ, നെഗറ്റീവ് ആവുമല്ലോ അല്ലേ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ട്. അപ്പം വോൾട്ടേജ് അക്രോസ് ദ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി, ആ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. V0 ഈക്വൽ ടു VS പ്ലസ് L ഇൻറ്റു dI/dt. ഓക്കെ, L ഇൻ dI/dt പ്ലസ് നിങ്ങളുടെ VS. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്നത്, സ്റ്റെപ്പ് അപ്പ്. ഓക്കെ, പിന്നെ ഇത് സ്റ്റെപ്പ് അപ്പ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനർജിയിലെ ലോഡിലുള്ള എനർജി, ഇൻഡക്ടറിലുള്ള എനർജി ഇത് ലോഡിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ചോപ്പർ ഓൺ ആവുന്ന സമയത്ത് നമ്മളുടെ ഇൻഡക്റ്റൻസ് വുഡ് ഇൻക്രീസ് ഫ്രം I1 ടു I2 അല്ലേ. ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? ചോപ്പർ ഓൺ ആവുന്ന സമയത്ത് I1 നിന്ന് I2ലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഫോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? I2 ഇതിലേക്ക് വരുന്നു, I1ലേക്ക് വരുന്നു. അപ്പോൾ CH ഓൺ ആവുന്ന സമയത്ത് നമ്മളെ സോഴ്സ് വോൾട്ടേജ് ഏതിൻ്റെ അക്രോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്? Lൻ്റെ അക്രോസ്. അപ്പോൾ ഇവിടെയുള്ള VL എന്ന് പറഞ്ഞാൽ ലോഡ് വോൾട്ടേജ് എന്ത് തന്നെയാണ്? നിങ്ങളുടെ ലോഡ് വോൾട്ടേജ് എന്താണ്? ഓൺ ആവുന്ന സമയത്ത് VS തന്നെയാണ്. ശരിയല്ലേ. ഓഫ് ആവുന്ന സമയത്ത്, ചോപ്പർ ഓഫ് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യും. എവിടെ? നമ്മൾ ഈ ഓഫ് ആവുന്ന ഈ ഇൻസ്റ്റൻറ്റ് ഇത് ഓഫ് ആയിട്ടുള്ള സമയത്ത് ഇവിടെ KVL അപ്ലൈ ചെയ്യും. ക്ലിയർ? അവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VL മൈനസ് V0 പ്ലസ് VS ഈക്വൽ ടു 0, അല്ലെങ്കിൽ VL ഈക്വൽ ടു VO മൈനസ് VS. ഓക്കെ, VL ഈക്വൽ ടു VO മൈനസ് VS. നേരത്തെ VL ഈക്വൽ ടു VS ആയിരുന്നു, ഇപ്പോൾ എന്താണ്? VL ഈക്വൽ ടു VO മൈനസ് VS ആണ്. VL എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് L. ഓക്കെ, VL എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് L. ക്ലിയർ? ബാക്കി കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിലേക്കാണ് നമ്മൾ എന്ത് ഡെറിവേഷൻ പോലെ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ 2 ഇൻസ്റ്റൻ്റ് ആണ് പറയുന്നത്. ഓൺ ടൈമിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഓൺ ടൈമിലുള്ള പവർ എന്ന് പറയാം. ഓക്കെ, അല്ല പവറുള്ള നമ്മൾ എനർജി എന്ന് പറയാം. എനർജി ഈസ് ഈക്വൽ എന്താണ്? പവർ ഇൻറ്റു ടൈമാണ് അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? V ഇൻറ്റു I ഇൻറ്റു T അല്ലേ. അപ്പോൾ ഇവിടുത്തെ V എന്ന് പറഞ്ഞാൽ ഏതാണ്? വോൾട്ടേജ് അക്രോസ് യുവർ ഇൻഡക്ടർ, അതായത് VL. അതുപോലെ തന്നെ കറണ്ട് എന്താണ്? Lലുള്ള കറണ്ട്, ആവറേജ് കറണ്ട് ത്രൂ L.
ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടി ഓൺ. ഓക്കെ, ഈ വി എൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണെന്ന് പറഞ്ഞു നമ്മളിവിടെ വി എസ് ആണെന്ന് പറഞ്ഞു. വി എസ് ഇൻറ്റു ആവറേജ് കറണ്ട് ത്രൂ എൽ എന്താണ്? രണ്ട് കറണ്ടുകൾ നമുക്ക് I1 ഉണ്ട് I2 ഉണ്ട് അല്ലേ. അപ്പോൾ I1 + I2/2 ഇൻറ്റു ടി ഓൺ. ക്ലിയർ? ഇതാണ് ഓൺ ടൈമിലെ നമ്മുടെ എനർജി. ഇതുപോലെ നമുക്ക് ഓഫ് ടൈമിലും ഉണ്ടാവും എനർജി അല്ലേ. ഓഫ് ടൈമിലെ എനർജി എന്ത് വരും? എനർജി ഓഫ് ചെയ്തു, എനർജി ഓൺ. ഓഫ് ടൈമിലെ എനർജി എന്താ വരാം? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്തായിരുന്നു? അപ്പോൾ VO - VS ആയിരുന്നു. ആവറേജ് കറണ്ടിനൊന്നും മാറ്റമില്ല. I1 + I2/2 തന്നെയാണ്. ഇതെന്താവും? ടി ഓഫ് ആവും അല്ലേ. നമ്മളിതൊരു ലോസ്ലെസ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ടി ഓണിലെ എനർജി, നമ്മുടെ ഈ എനർജികളെ രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണ്. എനർജി ഓഫ് ഓൺ ഈക്വൽ ടു എനർജി ഓഫ് ഓഫ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ VS ഇൻറ്റു I1 + I2/2 ഇൻറ്റു ടി ഓൺ ഇസ് ഈക്വൽ ടു VO - VS ഇൻറ്റു I1 + I2/2 ഇൻറ്റു ടി ഓഫ്. ക്ലിയർ? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ VS ഇൻറ്റു ടി ഓൺ ഈക്വൽ ടു VO ഇൻറ്റു ടി ഓഫ് മൈനസ് VS ഇൻറ്റു ടി ഓഫ്. ദാറ്റ് വിൽ ബി VO. നിങ്ങൾ ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോൾ എങ്ങനെ വരും? VO ഇൻറ്റു ടി ഓഫ് ഈസ് ഈക്വൽ ടു VS ഇൻറ്റു ടി ഓൺ പ്ലസ് ടി ഓഫ്. ഈ ടി ഓൺ പ്ലസ് ടി എഫ് ആരാ? ടി അല്ലേ. ബാക്കി എന്ത് വരും? VO ഇൻറ്റു ടി ഓഫ് വരും. ശരിയല്ലേ? ഇനി ഒന്നും കൂടി നമ്മളത് മാറ്റി എഴുതുമ്പോൾ VO ഈക്വൽ ടു VS ഇൻറ്റു T/T ഓഫ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ VS ഇൻറ്റു T/T ഓഫ് എന്ന് പറഞ്ഞാൽ T - T ഓൺ അല്ലേ. ഓൺ പ്ലസ് ഓഫ് എന്നല്ല വരിക. അപ്പം നിങ്ങളത് മാറ്റി എഴുതുമ്പോൾ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ടിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? VS ഇൻറ്റു 1/1 - T on/T എന്ന് വരും. ഈ T on/T എന്ന് പറഞ്ഞാൽ ആരാ? T on/T എന്ന് പറഞ്ഞാൽ ആൽഫ. Thus you will get an equation like V0/Vs equal to 1/1 - alpha. This is the equation for a step up chopper. Clear? This is the equation for a step up chopper. Clear? ഈ ഒരു പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി നമ്മൾ ജസ്റ്റ് സമ്മപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. ഇത് സ്റ്റെപ്പ് അപ്പ് ചോപ്പറാണ്. അതുപോലെ ഇതെന്താണ്? ഇത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ്. ഓക്കെ, ഇതിനെ തന്നെ വേറെ പേരുണ്ട്. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യാം? പിന്നെ പറഞ്ഞുതരാം. ക്ലിയർ? അപ്പം സ്റ്റെപ്പ് അപ്പ് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തരാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് അപ്പ് ചോപ്പറും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചോപ്പറും ഉണ്ട്? സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലകൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്ന് പറഞ്ഞ് തന്നാലുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറഞ്ഞ് തന്നാലുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ അതർ പേരുകൾ നിങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ അറിയായിരിക്കും. ഇതിൻ്റെ പേരാണ് ബക്കും ബൂസ്റ്റും. ഓക്കെ, അപ്പം ഇതിനെ നമുക്കെന്ത് വിളിക്കാം? ബക്ക് എന്ന് വിളിക്കാം. ഇതിനെ നമുക്കെന്ത് വിളിക്കാം? ബൂസ്റ്റ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ബക്കാണ് നമ്മളെന്ത്, സോറി നേരെ തിരിഞ്ഞിട്ട് കേട്ടോ, ബക്കാണ് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, ബക്കാണ് നമ്മളെ സ്റ്റെപ്പ് ഡൗണ്, ബൂസ്റ്റാണ് നമ്മളെന്ത്? സ്റ്റെപ്പ് അപ്പ്. ബക്ക് കൺവേർട്ടറിനോ ബക്ക് ചോപ്പറിനോ നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ വിളിക്കാം. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? നമ്മളെ സ്റ്റെപ്പ് അപ്പ് ചോപ്പറിനും നമ്മളെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ ഇക്വേഷൻസ് ആണ് ചോദിക്കുക. പിന്നെ അതിൻ്റെ സർക്യൂട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയണം. കാരണം ചിലപ്പോൾ പ്രോബ്ലത്തിൽ സർക്യൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആ സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയണം അല്ലേ. അപ്പോൾ ആ ഒരു പോയിൻ്റുമാണ് നമ്മൾ കാര്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഈ സർക്യൂട്ടിലെ ഈ എവിടെയാണ് ഇൻഡക്ടർ, എവിടെയാണ് കപ്പാസിറ്റർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിയണം. കാരണം ആദ്യത്തേൽ ഇൻഡക്ടറാണ് ആദ്യം, പിന്നെ നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡാണ് വെച്ചത്. അപ്പുറത്ത് ഇൻഡക്ടർ അല്ല, ആദ്യം സ്വിച്ച്, പിന്നെ ഫ്രീ വീലിംഗ് ഡയോഡ്, പിന്നെ ഇൻഡക്ടർ. സ്റ്റെപ്പ് അപ്പിൽ വരുമ്പോൾ ആദ്യം ഇൻഡക്ടർ നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുക? തിരിക്കുക അല്ലേ. ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക, ഇതിങ്ങനെ വരിക, ഇതിങ്ങനെ വരിക, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഇതിൻ്റെ ഇക്വേഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. നമുക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് ചോപ്പർ ഉണ്ട്. ഓക്കെ,
ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി എന്ന് പറഞ്ഞിട്ടുള്ള ചോപ്പറുകളുണ്ട്. അപ്പം ആ പോയിൻറ്റ്സ് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പേരുകൾ ഓർക്കുക. ചിലപ്പോൾ പ്രോബ്ലത്തിൽ സ്റ്റെപ്പ് ഡൗൺ എന്നായിരിക്കും ചിലപ്പോൾ ബക്ക് എന്നായിരിക്കും തരിക. അതുപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് അല്ല, ചിലപ്പോൾ ബൂസ്റ്റ് എന്നായിരിക്കും തരിക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി വെക്കുക. ബക്ക് ചോപ്പർ എന്നല്ല വയ്ക്കുക, ബക്ക് കൺവേർട്ടർ എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ ബക്ക് കൺവേർട്ടർ, ഇവിടെ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ടൈപ്സ് ഓഫ് ചോപ്പറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.